ഇന്ന് പറ്റിക്കാൻ പോകുന്നത് ഈ ടാങ്കാണ്. കാരണം വേറൊന്നുമല്ല, ഇതിന് ലീക്ക് വന്നിട്ടുണ്ട്. മഴയായതുകൊണ്ട് അതൊരു പ്രശ്നമല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നീല കളർ മാറ്റിയിട്ട് ബ്ലാക്ക് ഷീറ്റാട്ടോ ഇടാൻ പോകുന്നത്. മുൻപ് പറ്റിച്ച ടാങ്ക് ഇവിടെ ഉണ്ട്, പക്ഷേ അത് വെള്ളം പച്ചയായിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് വെയിൽ കൊള്ളുന്നതുകൊണ്ടാണ് അങ്ങനെ പച്ച കാണുന്നത്. പക്ഷേ മീനിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ സെറ്റാണ്. അതിനിടയ്ക്ക് നമുക്കൊരു പണി കിട്ടി കേട്ടോ. കാരണം അത് നമ്മൾ വറ്റിച്ചതായിരുന്നു മൊത്തം വെള്ളവും. അതിനിടയ്ക്ക് മഴ പെയ്ത് വീണ്ടും നിറയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ വീണ്ടും വറ്റിച്ചു. ഇതിനകത്ത് കുറച്ച് മണ്ണ് കാണുന്നില്ലേ, അതിൻ്റെ കുറച്ച് മണ്ണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിനകത്തൊരു ടിപ്പാണ്. നിങ്ങൾ വീഡിയോ മൊത്തം കണ്ട് അത് മനസ്സിലാവും കേട്ടോ. മീനൊക്കെ പിടിച്ച് നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ആ ടാങ്കിലെ സെയിം വെള്ളം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് റാംസാണ് കൂടുതലുള്ളത്. പിന്നെ പോളാറും ഗപ്പി ഗൗരാമി അങ്ങനെ എല്ലാ സിക്ലിറ്റിൻ്റെയും പിന്നെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് മഴയും വെയിലും കൊണ്ട് കിടന്നാലൊന്നും പ്രശ്നമില്ല എന്ന്. റാമിനൊക്കെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മൾ ഷീറ്റ് മാറ്റിയിട്ടുണ്ട്. ഷീറ്റ് മാറ്റി ക്ഷീണിച്ചതിന് ശേഷം നമ്മളൊന്ന് കിടന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഈ റാമിന് മഴ കൊണ്ടാ പ്രശ്നമുണ്ടോ വെയിൽ കൊണ്ടാ പ്രശ്നമുണ്ടോ പുറത്തെ ടാങ്കിൽ ഇടാൻ പറ്റുമെന്നൊക്കെ. പണ്ട് മുതലേ എല്ലാവരും കേട്ട് വരുന്ന കാര്യമാണ് റാം വളരെ സെൻസിറ്റീവ് ആണെന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഈ മഴയും വെയിലും ഒക്കെ കൊള്ളിച്ചാണ് അവരെ വളർത്തുന്നത്. ഞാൻ കരുതുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നോ അത്രത്തോളം സെൻസിറ്റീവോ. അത് മീനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ മനുഷ്യരുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ വെയിലും മഴയൊക്കെ കൊള്ളാണ്ട് നടന്ന് ചെറിയൊരു വെയിലോ മഴയോ കൊണ്ട് നമുക്ക് അസുഖം വരും. പക്ഷേ ഇതൊക്കെ കൊണ്ട് നടക്കാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഉള്ളവരാണ് നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ പാർട്ടിലേക്ക് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കുറച്ച് മണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ആ മണ്ണ് ഞാൻ എടുത്തു വെച്ചിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ, ആ മണ്ണിനകത്ത് പഴയ ടാങ്കിലെ കുറേ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഉണ്ടാവും. നൈട്രജൻ സൈക്കിളിന് ആവശ്യമായ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഈ മണ്ണിലൊക്കെയാണ് പറ്റിപ്പിടിച്ച് കിടക്കുക. കാരണം ടാർപോളിൻ ഷീറ്റിൽ അവർക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കാൻ പറ്റില്ല. അവർക്ക് റഫായ ഏരിയ ആണ് വേണ്ടത്. സിമെൻറ്റ് ടാങ്കിലൊക്കെ അവർക്ക് സുഖമായിട്ട് വളരാം. പക്ഷേ ടാർപോളിൻ ഷീറ്റിൽ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുതിയ ടാങ്കിലും ഈ നൈട്രജൻ സൈക്കിൾ സുഖമായിട്ട് നടന്നോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രഹസ്യങ്ങളൊന്നും അങ്ങനെ എല്ലാവരും പറഞ്ഞു തരൂല കേട്ടോ. അപ്പോൾ നമ്മളെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് മീനൊക്കെ മെല്ലെ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ടാങ്കിലെയും ഈ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം സെയിം ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ മെല്ലെ മീനുകളെല്ലാം ഇതിലേക്ക്, എല്ലാ പാത്രത്തിൻ്റെ ഒന്നും കാണിക്കാൻ നമുക്ക് നേരമല്ല. കാരണം വെച്ചാൽ ഓൾറെഡി സന്ധ്യ ആയിട്ടുണ്ട്. ആ മഴ പെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ആ ഫുൾ വീഡിയോ നമുക്ക് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ. അതിൽ ഫുള്ള് വെള്ളം നിറച്ചു, എല്ലാ മീനിനെ ഇട്ടു. പക്ഷേ ഇത് ഡയറക്റ്റ് വെയിലടിക്കുന്നുണ്ട് തന്നെ പെട്ടെന്ന് പച്ച കളറായിട്ടുണ്ട്. അത് പക്ഷേ മീനിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ തന്നെയാണ് കീപ്പ് ചെയ്യാറ്. അങ്ങനെ വരാതിരിക്കാൻ ഞാനൊരു ഷെയ്ഡ് നെറ്റ് കൊണ്ട് പകുതി ടാങ്ക് മറിക്കും, ബാക്കി ഭാഗം വല കൊണ്ട് ഇതാക്കും. എന്നാൽ നമുക്ക് മീനെ കാണുകയും ചെയ്യാം, ഈ പച്ച കളറാകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. മീൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കാം കേട്ടോ.